വർഷമായി കോഴിക്കോട് ബീച്ചിൽ പരുന്തുകൾക്കും തെരുവു നായ്ക്കൾക്കും ഭക്ഷണം നൽകുന്ന ഒരാളുണ്ട്. വിശപ്പ് അറിയുന്നവർക്ക് വിശപ്പിന്റെ വില അറിയില്ലല്ലേ? സത്യമല്ല, അതാണ് ജീവിതം. ഉച്ചസമയമായാൽ തെരുവു നായ്ക്കളുടെയും പരുന്തുകളുടെയും ഒരു കൂട്ടം ഇദ്ദേഹത്തിന്റെ വരവും കാത്ത് ബീച്ച് പരിസരത്തുണ്ടാകും. കോവിഡ് കാലത്ത് ആരും പുറത്തിറങ്ങാത്ത സമയത്ത് പോലും തന്റെ ഈ ശീലം അദ്ദേഹം മുടക്കിയിട്ടില്ല. കോവിഡാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇതാക്കിയത്. ലോക്ക്ഡൌണിൽ കോഴിക്കോട് ബീച്ചിൽ തന്നെ ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം. ഇന്ന് ലോകത്തിൽ നടക്കുന്ന നമ്പർ 1 ഒരു സുനാമിയോ ഭൂചലനം വരാണെങ്കിലും ആർക്കാ ഫസ്റ്റ് അറിയുന്നത്? ഈറ്റകളിൽ നിന്നാണ് ഒരുപാട് സാക്ഷ്യന്മാർ പലതും കണ്ടുപിടിക്കുന്നത്. ഇന്ന് ലോകത്തൊരു വൈറസ് വരാണെങ്കിൽ ആർക്കാണ് മെഡിസിൻ വെച്ച് വിജയിപ്പിക്കുന്നത്? ഈ ജീവജന്തുക്കളെ വെച്ചിട്ടല്ലേ. എന്നിട്ടല്ലേ മനുഷ്യർക്ക് മെഡിസിൻ കൊടുക്കണേ. പിന്നെ ഓരോട് കരുണ കാട്ടാതെ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്താ അർത്ഥം? നമുക്ക് ഒരർത്ഥമില്ല ജീവിതത്തിൽ. പരുന്തോ നായ്ക്കൾ അവിടെ ഉള്ളത് ഏത് സൈറ്റിലാണെങ്കിൽ വിളിച്ച് ഒരൊറ്റ വിസിലടിച്ചാൽ എൻ്റെ അടുത്തേക്ക് എൻ്റെ മക്കൾ വരും. അത് ദൈവത്തെ എന്തോ ഒരു കഴിവ് ദൈവം തന്നിക്കണ് ഇല്ല. ഇതിൻ്റെ കുട്ടിക്കാലം വരെയുള്ള ശീലമാണ്. അതിൻ്റെ മരണം വരെ ഇത് ഉണ്ടാവും. എല്ലാവർക്കും അറിയാം.